നല്ല ഒക്കേഷനുകൾ വരുമ്പോൾ കല്യാണങ്ങൾ, ഇഫ്താർ അങ്ങനെയുള്ള ഒക്കേഷനുകളിൽ യമനീസ് സെർവ് ചെയ്യുന്നൊരു ഡിഷാണ് സുർബിയാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സുർബിയാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ സുർബിയാൻ എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണിയും മന്തിയുടെയൊക്കെ ഒരു ഫ്യൂഷൻ പോലെയാണ്. ഹൈദരാബാദി ബിരിയാണിയുടെയും മന്തിയുടെയൊക്കെ ഒരു ഫ്യൂഷൻ മോഡലാണ് സുർബിയാൻ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സവാള നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അറബിക് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. റൈസ് ബ്രാൻ ഓയിലൊക്കെ ഉപയോഗിക്കാം. ഒലിവ് ഓയിലാണ് കൂടുതൽ ഫ്ലേവർ. ഞാൻ ഒരു 1/3 കപ്പോളം ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാനോ ഒക്കെ ഉപയോഗിക്കാം. ഒലിവ് ഓയിലാണെങ്കിൽ കൂടുതൽ രുചിയായിരിക്കും. എണ്ണ ഇവിടെ ചൂടാകുമ്പോൾ നമുക്ക് സവോള, ഞാനൊരു 3 വലിയ സവോള എടുത്തേക്കുന്നത്, അത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ വറക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി പ്രിപ്പയർ ചെയ്തെടുക്കണം. ഞാൻ ഈ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു 3 ലിറ്റർ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ 3 ലിറ്റർ വെള്ളത്തോളം തിളപ്പിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇവിടെ അരി ഞാൻ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് ആണ്. ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുക. കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. സവാള ഒക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിത് മാറ്റാം. സവാള ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റും. അപ്പോൾ ഇത്രയും എണ്ണ നമുക്ക് ആവശ്യമില്ല, അത് കുറച്ച് നമ്മൾ മാറ്റണം. നമുക്ക് ഇറച്ചി കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം വെച്ചാൽ. ഇനി അടുത്തായിട്ട് നമുക്ക് റൈസ്, ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. റൈസ് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സോൾട്ട് നന്നായിട്ട് ഇടാം. അപ്പോൾ സോൾട്ട് നന്നായിട്ടിട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം. ഒരു ബേലീഫ്, ഒരു തക്കോല, ചെറിയൊരു കഷ്ണം പട്ട, 5-6 ഏലക്ക, ഗ്രാമ്പു, ഇതേപോലെ തന്നെ ഒരു 5-6 കഷ്ണം എടുക്കാം. ഒരു മെയ്സ് കൂടെ ഇടുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഈ വെള്ളത്തിലേക്ക് തന്നെ ഒരു ഉണങ്ങിയ നാരങ്ങയാണ്, ബ്ലാക്ക് ലൈം. ആ ലൈം കൂടെ ഒന്ന് കുത്തിവെച്ച് ഫോക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിന് ശേഷം അതിനകത്തേക്ക് ഇടുക. ഇതെല്ലാം കൂടെ ഒരു കുറച്ച് നേരം തിളച്ചിട്ട് ഞാൻ റൈസ് എടുത്തുള്ളൂ. അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ വെള്ളത്തിലായ ശേഷം റൈസ് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ട് വെട്ടിത്തിളച്ച് 1 മിനിറ്റോളം വെട്ടിത്തിളച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരി ഇടാം. 3 കപ്പ് ബസ്മതി റൈസ്, തുറന്ന ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എപ്പോഴും ഉപ്പ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം. ആ രീതിയിൽ ഉപ്പ് ഉണ്ടാവണം. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ചോറ് കുക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വറുത്ത എണ്ണയ്ക്കകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇത് നമ്മൾ ഉള്ളി വറുത്ത എണ്ണയ്ക്കകത്തുനിന്നാണ് ഈ 1 ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ 8 മിനിറ്റോളം ഞാൻ ഓപ്പൺ ഫ്ലെയിമിൽ ഈ അരി കുക്ക് ചെയ്യുമായിരുന്നു. ഇനി നമുക്കിത് വാർത്തെടുക്കണം. അപ്പോൾ 8 മിനിറ്റ് എന്ന് പറയുന്നത് ഓരോ ബ്രാൻഡ് അരിയിലും ഇച്ചിരി വ്യത്യാസം വരും. അപ്പം അരി നമ്മുടെ ഒരു 80% കുക്ക്ഡ് ആയിരിക്കും ഈ ഒരു പരുവത്തിൽ. അപ്പോൾ ആ ഒരു സ്റ്റേജ് നമുക്ക് വേണ്ടേ. ഇനി നമുക്ക് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇത് വാർത്തിടാം. അപ്പോൾ നമ്മുടെ അരി റെഡിയാണ്. അടുത്തായിട്ട് നമുക്ക് ചിക്കനുള്ള മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന സവോള ഇതിൻ്റെ ഒരു പകുതിയോളം എടുക്കുക.
ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി, ഒരു 20 ഗാർലിക് വെളുത്തുള്ളി, ഒരു 20 അല്ലി വെളുത്തുള്ളി. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ തൈരൂടെ ചേർത്ത് അരയ്ക്കാം, അല്ലെങ്കിൽ തൈര് നമ്മൾ മാരിനേഷനായിട്ട് സെപ്പറേറ്റ് ചേർത്താലും മതി. അരയാനുള്ള എളുപ്പത്തിന് ഞാൻ ആ തൈര് കൂടി ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇത് പേസ്റ്റാക്കി, അധികം ഒത്തിരി പുളിയുള്ള തൈരല്ല, അധികം പുളിയില്ലാത്ത തൈര് ഒരു അരക്കപ്പ്. നമ്മുടെ പേസ്റ്റ് റെഡിയാണ്. ഒരു വലിയ ബോൾ എടുക്കാം. ബോളിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സർ ചേർക്കാം. ഇവിടെ ഞാൻ ഒരു ചിക്കൻ എടുത്തേക്കുന്നത്, തൊലിയോടുകൂടെയുള്ള ചിക്കനാണ്. അതിനൊന്ന് വരഞ്ഞിട്ടുണ്ട്. ഒരു ചിക്കനെ 8 കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇടാം. ഞാൻ വലുതായിട്ട് എടുത്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ കൂടെ ചേർക്കാം. പാപ്രിക്ക പൗഡർ ഇല്ല എങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം മിക്സ് ചെയ്തു. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാനായിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇത് 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒത്തിരി നല്ലത്. നന്നായിട്ട് പിടിക്കും, ചിക്കൻ പെട്ടെന്ന് സോഫ്റ്റ് ആവും. തൈരും ഒക്കെ ഉള്ളത് നന്നായിട്ട് സോഫ്റ്റ് ആവും. മിനിമം ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ അരപ്പ് നന്നായിട്ട് പരട്ടിയ ശേഷം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. മിനിമം 1/2 മണിക്കൂർ വെക്കുക. സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ വെക്കുക. അപ്പം നമ്മൾ ഉള്ളി വറുത്ത എണ്ണ മാറ്റിയിട്ട് അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ എണ്ണയാണ് ചൂടാക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. നട്ട്സും റൈസിൻസും ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നട്ട്സ് ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ റൈസിൻസ് കൂടെ ചേർക്കാം. മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങയുടെ ചേർക്കാം. ഇതേ എണ്ണയിലേക്ക് ഒരു ബേ ലീഫ് ചേർക്കാം. അതേപോലെ ഒരു മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്ത്. സവാള ഒരുപാട് ബ്രൗൺ ആവണ്ട, ലൈറ്റ് ബ്രൗൺ ടിൻ്റ് ആയാൽ മതി. ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ഇവിടെ ചേർക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവണം, അതുവരെ കുക്ക് ചെയ്യാം. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഇവിടെ ടൊമാറ്റോ ചേർക്കുകയാണ്. 2 ടൊമാറ്റോ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ്. നല്ല പഴുത്ത ടൊമാറ്റോ നോക്കിയെടുക്കുക. അപ്പം തന്നെ ഒരു നാരങ്ങ ഫോർക്ക് വെച്ചൊന്ന് കുക്ക് ചെയ്ത ശേഷം അതിനകത്തേക്ക് ഇടാം. ഈ കറുത്ത നാരങ്ങ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു പുളിയാണ്, ചെറിയൊരു സ്മോക്കി ഫ്ലേവറും കിട്ടും. ബ്ലാക്ക് ലൈം ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ടൊമാറ്റോ ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിനകത്തേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, കൊറിയാണ്ടർ പൗഡർ, അറബിക് ഗരം മസാല ഒരു 1 ടീസ്പൂൺ.
ഓൾറെഡി നമ്മൾ അറബിക് ഗരം മസാലയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ചേർക്കാം. നമ്മൾ പാപ്രിക്ക പൗഡർ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. എരിവിന് എപ്പോഴും പച്ചമുളകിൽ നിന്നായിരിക്കും കിട്ടുക. ഞാൻ 4-5 പച്ചമുളക് ചേർക്കും. യൂഷ്വലി ഇങ്ങനത്തെ പ്രിപ്പറേഷനൊന്നും വലിയ എരിവില്ല, ഇച്ചിരി ബ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ എരിവ് അവരവരുടെ ഫാമിലി പ്രിഫറൻസ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അധികം എരിവ് ഇല്ലാത്ത മുളകാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഒരു 5 ഇട്ടിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുകയായിരുന്നു, അതിനകത്തേക്ക് ചേർക്കാം. തൊലിയോടുള്ള ചിക്കനാണ് ഇതിന് നല്ലത്. അതില്ല എങ്കിൽ സാധാരണ ചിക്കൻ ഉപയോഗിക്കാം, തൊലിയില്ലാത്ത ചിക്കനും ഉപയോഗിക്കാം. ചിക്കൻ ഇടുമ്പം ഹൈ ഫ്ലെയിമിൽ ഇടുക. ഇവിടെ ഞാൻ 4 പീസായി ഇപ്പോൾ ഇട്ടേക്കുന്നത്, 8 പീസോളം ഉണ്ട്. ഇത് ടേൺ ചെയ്ത് മറ്റേ സൈഡിൽ നിന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ അത് മാറ്റിയ ശേഷം നമുക്ക് അടുത്ത 4 പീസ് ഇടാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ മാറ്റാം. ഈ അരപ്പ് ബേൺഡ് ആവാതിരിക്കാനായിട്ട് അരപ്പൂടെ ഞാൻ മാറ്റുകയാണ്. ബാക്കി ഇറച്ചിയും കൂടെ സീൽ ചെയ്ത ശേഷം ഇത് ചേർക്കാം. നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഓയിൽ കുറച്ചും കൂടെ ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. ഈ പീസുകളും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഈ പാത്രത്തിലുള്ള മാരിനേറ്റ് നമ്മൾ കളയത്തില്ല. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് റിൻസ് ചെയ്തിട്ട് ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ അതോടെ ചേർക്കും. ഈ ചിക്കനും 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി. നമുക്കിപ്പോൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ മസാല ചിക്കനും എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം. ഈ മാരിനേറ്റിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ കൂടുതൽ എടുക്കും കുക്കാവാനായിട്ട്. കുറച്ചുകൂടെ ഏകദേശം 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, നല്ലൊരു ബോയിൽ വന്നു കഴിയുമ്പോൾ അടച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയിലയോ പാഴ്സലേ വേണമെങ്കിൽ പാഴ്സലേ ഉണ്ടെങ്കിൽ പാഴ്സലേ ചേർക്കാം. വളരെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുള്ളൂ. ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്തു. ഇപ്പോൾ സുർബിയാൻ റൈസിൻ്റെ ഒരു പ്രത്യേകത ഇതിനകത്ത് പൊട്ടറ്റോ കൂടെ ചേരും. ഞാൻ ചെറിയ പൊട്ടറ്റോ എടുത്തേക്കുന്നത്. ഒന്നുകിൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്തിടാം, വലിയ പൊട്ടറ്റോയൊക്കെയാണ് 4ആയിട്ട് കീറിയിട്ടിടാം. ഞാൻ ഇത് ഫുള്ളായിട്ടാണ് ഇടുന്നത്. നമ്മൾ വലിയ സ്ലൈസ് ഇറച്ചിയാണല്ലോ എടുത്തത്, അതുകൊണ്ട് ഒരു 5 പൊട്ടിയിട്ടു. നമ്മൾ ഇറച്ചി ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും പൊട്ടറ്റോ ഇടാം, ഒന്നുകൂടെ ഫ്ലേവർ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ അറബിക് റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിക്കവാറും റൈസുകളിനകത്ത് ഈ സ്റ്റോക്ക് ക്യൂബ് ചേരും. അപ്പോൾ ഇതിഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് ഒമിറ്റ് ചെയ്യാം. ഇത് നല്ല ഫ്ലേവർ ആയിരിക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ഫ്ലേവർ ആയിരിക്കും. ഒരു സ്റ്റോക്ക് ക്യൂബ് ഇത് പൊടിച്ച് വെച്ച് ഇടാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തു. ചെക്ക് ചെയ്യാം.
ഇപ്പോൾ നോക്കിയാൽ കുറേ വെള്ളമുണ്ട് ഇതിനകത്ത്. ഈ ഗ്രേവി കുറേ പറ്റണം. പറ്റിയ ശേഷം മാത്രമേ നമുക്ക് റൈസ് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വല്ലാണ്ട് കഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രേവി ഒന്ന് കുറച്ചുകൂടെ പറ്റുന്ന വരെ ഓപ്പൺ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക, തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ. സെയിം പാനിൽ തന്നെയാണ് ഞാൻ ദം ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേവിയൊക്കെ പറ്റി 3/4 പറ്റി, കുറച്ചുണ്ട്. നമുക്ക് ദം ചെയ്യാനായിട്ട് കുറച്ച് ഗ്രേവി വേണം. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് കുറച്ച് ചേർക്കാം. പിന്നെ അതിനകത്ത് ഇട്ടിരുന്ന ഹോൾ സ്പൈസസ് ഒക്കെ റിമൂവ് ചെയ്തായിരുന്നു. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് സവോള, കുറച്ച് മല്ലിയില, മിന്റ് ലീവ്സ് വേണേലും ചേർക്കാം കുറച്ച്. ബാക്കിയുള്ള റൈസ് കൂടെ എൻ്റെ പുറത്തേക്ക് ഇടാം. വീണ്ടും കുറച്ച് സവോള, കുറച്ച് മല്ലിയില കൂടെ ചേർത്തു. ഇവിടെ ഞാൻ സാഫ്രൻ കുങ്കുമപ്പൂ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കും, ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് കുറച്ച് ഓറഞ്ച് ബ്ലോസം വാട്ടർ കൂടെ ചേർക്കാം. ഞാൻ 3/4 ടീസ്പൂൺ ഓറഞ്ച് ബ്ലോസം വാട്ടർ ചേർത്തു. ഇത് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് ഓറഞ്ച് ബ്ലോസം വാട്ടറാണ്. ഓറഞ്ച് ബ്ലോസം വാട്ടർ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ കയ്യിലുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർക്കാവുന്നതാണ്. 15 തൊട്ട് 20 മിനിറ്റ് വരെ ആവി വരുന്ന വരെ ദം ചെയ്തെടുക്കുക. നമ്മൾ 20 മിനിറ്റോളം ദം ചെയ്യുമായിരുന്നു. ഇനി ചെക്ക് ചെയ്യാം. നമ്മുടെ സുർബിയാൻ റെഡിയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ഫ്രൈഡ് അണിയൻസ് ഇടാം, കുറച്ച് മല്ലിയില, നട്ട്സ് ആൻഡ് റൈസിൻസ്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും. ഇപ്പം സുർബിയാൻ നിങ്ങൾ കണ്ടല്ലോ, നല്ലൊരു ഡിഷാണ്. നല്ലൊരു ഒക്കേഷനൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മന്തിയുടെയും ചിക്കൻ മന്തിയുടെയും കൂടാതെ ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയുടെ ഒരു കോമ്പിനേഷനായിട്ട് വരും ടേസ്റ്റ് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.